2025 ജനുവരി മാസത്തിൽ ദൈവത്തിൻ്റെ വലിയ കരം കാണാൻ, അനേക വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്നത് കാണാൻ ദൈവം ഇടയാക്കിയപ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കേണ്ട പല പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമേരിക്കയിൽ കാടുകൾ തീ കൊണ്ട് കത്തി, പട്ടണങ്ങൾ കത്തിത്തീർന്നു. അങ്ങനെ ഒത്തിരി നാശനഷ്ടങ്ങൾ ആ രാജ്യത്തിനുണ്ടായി. ആ രാജ്യത്ത് വലിയ സമാധാനവും വലിയ സമൃദ്ധിയും നിലനിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അവരൊക്കെയാണ് ഒരു കാലത്ത് ലോകരാജ്യങ്ങളിലേക്ക് സുവിശേഷവുമായി പോയവർ. ആ രാജ്യത്ത് ദൈവം അവരോട് ക്ഷമിക്കണം. അവിടെ വലിയ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കണം. സുവിശേഷത്തിനെതിരെയുള്ള വാക്കുകൾ, അതിനു മീതെ വലിയ ദൈവപ്രവൃത്തിയുടെ ദൈവകരങ്ങൾ കാണാൻ ഇടയാകണം. നമുക്ക് അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അമേരിക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ആ തീ കത്തി വളരെ നാശമുണ്ടായ പ്രദേശങ്ങളിൽ വീണ്ടും ഒരു കാലത്ത് ഉണർവുണ്ടായ സ്ഥലമാണ്. യേശുവിനെ അറിഞ്ഞ സ്ഥലമാണ്. ജനങ്ങൾ കൂടി വന്ന സ്ഥലമാണ്. ഇന്ന് ദൈവമില്ലെന്ന് വിളിച്ചു കൂകുന്ന ഒരു കൂട്ടം ജനങ്ങളെ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും ആരംഭത്തെ പോലൊരു നല്ല കാലം അവർക്ക് കൊടുക്കണമേ. ആ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷത്തിൻ്റെ അഗ്നി കത്തിപ്പടരാനിടയാകണം. പരിശുദ്ധാത്മാവത് ചെയ്യണം. ഇതുപോലെ പല രാജ്യങ്ങളിലെയും സമാധാനം വർദ്ധിക്കുവാനും രാജ്യങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകാനും അവിടെയെല്ലാം സുവിശേഷത്തിൻ്റെ ശക്തി ആളിപ്പടരുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണം. അതുപോലെ ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിലോട്ട് തിരിയുന്നൊരു പകലായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. നിന്നെ ചേർന്നു ജീവിപ്പാൻ
ചേർന്നു വീണ്ടും നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരാം. 12-ാമത്തെ വാക്യം. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വചനത്താലും പ്രാർത്ഥനയാലും തൻ്റെ കൂടെയുള്ളവരെ സംരക്ഷിച്ചു. വചനം പറയുമ്പോൾ ആ വേലിക്കകത്ത്, ആ വചനത്തിനകത്ത് ജനങ്ങൾ ദൈവഭയത്തിൽ ജീവിക്കും. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വേലിക്കകത്ത് ജനങ്ങളെ നിർത്താൻ കഴിയും. യേശു അത് പഠിപ്പിച്ചു. നീ എനിക്ക് തന്ന നാമത്തിൽ ഞാൻ അവരെ കാത്തു, ഞാൻ അവരെ സൂക്ഷിച്ചു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. അത് തന്നെയല്ലേ എഗസ്കേലിൽ പറയുന്നത്, ദേശം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല. അപ്പോൾ ദൈവം അന്വേഷിക്കുകയാണ് ദേശത്തെ സംരക്ഷിക്കുന്നവർ. അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം ലോത്തിനെ സംരക്ഷിച്ചു. അവൻ മറ്റൊരിടത്തേക്ക് മാറിപ്പോയെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിൽ. മാത്രമല്ല ഇയ്യോബിൻ്റെ എല്ലാറ്റിനും ഒരു വേലി ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. എന്താ കാരണം? അവൻ ഭക്തനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ളവൻ. അവനവൻ്റെ കുടുംബങ്ങളിൽ മക്കൾ എന്തെങ്കിലും തെറ്റിൽ പെട്ടുപോയെങ്കിൽ അവരെല്ലാം വിളിച്ച് അവർക്ക് വേണ്ടി കൂടി യാഗം കഴിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു വേലി യോബായിട്ട് കെട്ടുവാൻ അവൻ അവസരമൊരുക്കി. നാം പാർക്കുന്ന വീടിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ നമുക്ക് വേലി കെട്ടാൻ കഴിയും. എത്ര വലിയ മതിൽ കെട്ടിയാലും അതിനെക്കുറിച്ച് സങ്കീർത്തനം പറയുന്ന യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കും. സകലത്തിനും വേലി കെട്ടാൻ കഴിയുന്ന ഒരു ദൈവം, നാം പോകുന്നിടത്തെല്ലാം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കണം. ശലോമോന്റെ കാലത്ത് ദേശത്ത് വലിയ സ്വസ്ഥതയായിരുന്നെന്ന്. എന്താ കാരണം? യുദ്ധങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ദൈവം അതിനെ മാറ്റിക്കളഞ്ഞു. ശലോമോൻ തന്നെ സദൃശവാക്യത്തിൽ പറയുന്നു, ഒരുവന്റെ വഴികളിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെ പോലും അവനോട് ഇണക്കുന്നു. നമ്മളോട് മെക്കിട്ട് കയറാൻ വരുന്നവരെ പോലും നമ്മുടെ സ്നേഹിതരാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. മറ്റൊരു ഭാഗത്ത് രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. അധികാരികൾ പോലെ നമ്മുടെ അനുകൂലികളായി മാറുന്ന
അവസ്ഥകൾ ഉണ്ടാകും. ഇതെല്ലാം പ്രാർത്ഥനയിലൂടെ നടക്കുമെന്നാണ് നാം വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കർത്താവേ, ഞാൻ അവരെ സൂക്ഷിച്ചു. എങ്ങനെ? പ്രാർത്ഥനയിൽ. ശിമോനെ, ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റാൻ നോക്കി, എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പ്രാർത്ഥനയിൽ കർത്താവ് അവരെ സംരക്ഷിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ, വചനത്തിൽ അവരെ സൂക്ഷിച്ചു. നമുക്കും ദൈവസഭയെ സംരക്ഷിക്കാനും പരിപാലിക്കാനും ഒക്കെ കഴിയും. പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ പോയാൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു. അതിൻ്റെ അർത്ഥം, ഞാൻ ഉള്ള കാലത്തോളം ഒരു ചെന്നായെയും അകത്ത് കയറാൻ ഞാൻ അനുവദിക്കില്ല. പ്രാർത്ഥനയുടെ വേലി കെട്ടി ഞാൻ സൂക്ഷിക്കും. പ്രാർത്ഥിക്കുന്നവരൊക്കെ എപ്പോഴൊക്കെ എഴുന്നേറ്റിട്ടുണ്ടോ അവിടെയെല്ലാം അതിരുകൾ വളർന്ന് സഭ വിശാലപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 6 സഭയിലൊരു ഭിന്നത വന്നപ്പോൾ തന്നെ അപ്പോസ്തലന്മാരെന്ത് ചെയ്തു? ഇനി ഞങ്ങൾ മേശമേൽ ശുശ്രൂഷ ചെയ്യുന്നില്ല, നിങ്ങളിൽ നിന്ന് തന്നെ 7 പേരെ നിങ്ങൾ തിരഞ്ഞെടുത്തു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. വചനവും പ്രാർത്ഥനയും ജനങ്ങളെ സംരക്ഷിക്കും. ആ കൂട്ടായ്മയെ ശിഥിലമാക്കി കളയുവാൻ, ചേരിതിരിക്കാൻ കൊണ്ടുവന്ന പ്രശ്നത്തെ പ്രാർത്ഥനയും വചനധ്യാനവും കൊണ്ട് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതല്ലേ തെളിവ്. മാത്രമല്ല, പിന്നീട് നമ്മൾ വായിക്കുന്നു, വചനം പരന്നു, ശക്തിയേറിയ അത്ഭുത ശുശ്രൂഷകളുണ്ടായി. അവിടെ തിരഞ്ഞെടുത്ത 7 പേരും എഴുന്നേറ്റ് പ്രകാശിച്ചു. സ്തേഫാനോസ് വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് അതെല്ലാം അങ്ങനെയാണ്. പിന്നീട് ഫിലിപ്പോസ്, മേശമേൽ ശുശ്രൂഷിക്കാൻ വിളിച്ച ഫിലിപ്പോസ് പോയിടത്ത് ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 8:8. പട്ടണങ്ങളെപ്പോലെ ചലിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ആ ഒരനുഭവം വന്നത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ കാവലും കരുതലും പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെ ശക്തിയാൽ ഉളവായി. പ്രാർത്ഥനയിലും വചനത്തിലും ഇരിക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നാം നമ്മുടെ വീടിനെ സൂക്ഷിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു കാവലാണ്. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണോ? പ്രാർത്ഥിക്കുന്ന ഒരു പിതാവാണോ? പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണോ? നീ മുഖാന്തരം ഒത്തിരി പേർക്ക് കാവലുണ്ടാകും. ബൈബിൾ അത് പറയുന്നു, ദൈവവചനം അത് പറയുന്നു. പ്രാർത്ഥനയുടെ വേലി കെട്ടാൻ കഴിയും. ദൈവവചനത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ വീടുകൾക്ക് കാവലേൽപ്പിക്കാൻ കഴിയും, കാവൽ കൽപ്പിച്ചാക്കാൻ കഴിയും. ദൈവസന്നിധിയിൽ നമ്മെ കൊടുക്കണം. അവിടെ യേശു പറയുകയാണ്, ഞാൻ അവരെ സൂക്ഷിച്ചു. കർത്താവിൻ്റെ വചനത്താലും പ്രാർത്ഥനയാലും ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ പ്രാർത്ഥനയിൽ നമുക്കവരെ സൂക്ഷിക്കാം. ദൈവവചനത്തിൽ നമുക്കവരെ പൊതിഞ്ഞ് സൂക്ഷിക്കാം. അതേത് രാജ്യത്താണെങ്കിലും. മാതാപിതാക്കളെ, നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്ക് അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ കഴിയും. ഈ സത്യങ്ങൾ അറിഞ്ഞ് വീടുകളിൽ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് നിങ്ങളുടെ വീടുകളെ സംരക്ഷിക്കണം. അടുത്തത് ഒരു കാര്യം കൂടി കർത്താവ് എടുത്തു പറയുന്നുണ്ട്. തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഒരുവൻ നശിച്ചു, നാശയോഗ്യൻ. അതിനെക്കുറിച്ച് യേശു പറഞ്ഞത്, അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ജനിച്ചത് എന്തിനാണ്? നശിക്കാനാണ്. ഇങ്ങനെ കുറച്ച് കൂട്ടരുണ്ട്, ജനിച്ചതേ നശിക്കാനാണ്. എന്നാൽ ഭാഗ്യം, കൃപ നമ്മെ തേടിയെത്തി. നാം ജനിച്ചത് നിത്യജീവന് വേണ്ടിയാണ്, നശിക്കാനല്ല, അനുഗ്രഹിക്കപ്പെടാനാണ്. 1 പത്രോസ് 3:9, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ്. ഇതാ, നശിക്കേണ്ടതിന് ജനിച്ചിരിക്കുന്നു. ചിലരുടെ സ്വഭാവവും ചിലരുടെ പ്രകൃതവും കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും, നശിക്കേണ്ടതിനാണോ? അല്ല, നശിക്കേണ്ടതിനല്ല. പൗലോസ് പറയണ, മുമ്പ് ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനും ആയിരുന്നു. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. അതേ എന്നെ തന്നെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാക്കി മാറ്റി. നിത്യജീവനും
സമൃദ്ധിയായ ജീവനും പ്രാപിക്കുക മാത്രമല്ല, അനേക രാജ്യങ്ങൾക്ക് യേശുവിനെ കൊടുക്കുവാൻ, നിത്യജീവൻ കൊടുക്കുവാൻ ഈ പൗലോസിനെ കർത്താവ് ഉപയോഗിച്ചു. ചിലരുടെ പ്രകൃതം കാണുമ്പോൾ യൂദയായിട്ട് നമ്മൾ അവരെ കാണണ്ട. യേശുവിന് മാത്രമേ യൂദ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാളാരോ പറഞ്ഞതുപോലെ 12 പേരെടുത്താൽ അതിനകത്ത് ഒരു യൂദ ഉണ്ടാകും? ഇല്ല. യൂദ യേശുവിന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കൊരു യൂദയുടെ ആവശ്യമില്ല. യൂദ എന്തിനാണ്? ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറയാനാണ്. നമ്മളെല്ലാം കുറ്റമുള്ളവരാണ്. പിന്നെ നമുക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാൻ എന്തിനാ യൂദ? യൂദയുടെ ആവശ്യം നമുക്കില്ല. ചുമ്മാ പറയുന്നതാണ്, ഓ അവനൊരു യൂദയാണ്. അല്ല, യേശുവിന് വേണ്ടി മാത്രം ഒരുവൻ ജനിച്ചതാണ്. സാത്താൻ്റെ സന്തതിയായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. അവനൊരു പിശാചാണെന്നാണ് പറഞ്ഞത്. നിങ്ങളിൽ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, അതിൽ ഒരുവൻ പിശാചാകുന്നു എന്നാണ് പറഞ്ഞത്. പിശാച് ബാധിച്ചെന്നല്ല, അതൊരു പിശാചായിരുന്നു. എന്നിട്ട് യേശു അവൻ്റെ കയ്യിൽ പണസഞ്ചി കൊടുത്തു. എന്നിട്ട് അവനെ എതിരെയുള്ള ഗ്രാമത്തിൽ ഈരണ്ടായി പ്രാർത്ഥിക്കാനും ശുശ്രൂഷിക്കാൻ വിട്ടപ്പോൾ വിട്ടു. ഈ യൂദയും പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്ത്. യേശു അതിനൊന്നും, എടാ എനിക്ക് നിന്നെ അറിയാം, നീ യൂദയാണ്, നീ ഒരു പാരയാണെന്നൊന്നും യേശു പറഞ്ഞില്ല. യേശുവിനെ അറിയാം. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, അതാണ് കർത്താവ്. പത്രോസിന്റെ ആരംഭം, നീ ശീമോനാണ്, നീ ആരാകും? നീ പാറ കഷണമാകും, കേഫയാകും. എന്നാൽ യൂദയെക്കുറിച്ച് ഒരു വാക്ക് യേശു മിണ്ടുന്നില്ല. യൂദയോടൊരു പ്രവചനം പറയുന്നില്ല. യൂദയോട് പ്രത്യേകിച്ച് യൂദയ്ക്ക് കുറെ ജോലികൾ കൊടുക്കുന്നുണ്ട്, എന്നാൽ യൂദയെക്കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം യൂദ ദൈവശബ്ദം കേൾക്കുന്നില്ല. നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ പ്രവചനം കേൾക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും ദർശനങ്ങളും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് നാളെ എന്നൊരു സംഭവം ഇല്ലെന്നർത്ഥം. എന്നാൽ നിങ്ങളെപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭാവി അത്ഭുതമാണ്. ആ നാശയോഗ്യൻ ഒഴികെ, അവിടെ വായിക്കുന്നത് അതാണ്, ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം യൂദ ഒറ്റി കൊടുത്തിട്ടില്ല. യൂദ ഇപ്പോൾ 30 വെള്ളിക്കാശ് മഹാപുരോഹിതനോട് പോയി വാങ്ങിച്ചിട്ടില്ല. എങ്കിലും യേശു അവനെക്കുറിച്ച് പറഞ്ഞു, നശിച്ചു പോയി. നശിച്ചു പോയി എന്നുള്ളതിൻ്റെ ലക്ഷണം, യേശുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവൻ പൈസ എടുക്കുന്നുണ്ട്. യേശുവിൻ്റെ ആ യാത്രയ്ക്ക് വേണ്ടി കിട്ടുന്ന പൈസയുണ്ട്, അത് ഇവൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ഇവൻ ഇതിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിമർശനങ്ങൾ അഴിച്ചു വിടുന്നുണ്ട്. ഇതെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ? എന്തിനീ ആർഭാടം? യേശുവിൻ്റെ തലയിൽ ഇത്രയും കൂടുതൽ തൈലം പൊട്ടിച്ചൊഴിക്കേണ്ട ആവശ്യമുണ്ട്? അതായത് ഇത്രയും ആഡംബരം യേശുവിന് വേണോ? അപ്പോഴേ അറിയാം ഇത് നശിച്ചു പോയ കേസാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളോട് പറയാം. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിവേചിക്കണം. അതായത് കർത്താവിൻ്റെ ഫണ്ടിൽ നിന്ന് കാശ് മുട്ടിക്കുക. അപ്പോൾ ഒരുവൻ നശിച്ചു പോയാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് യേശു പറയുകയാണ്. വിമർശനം, 2 മോഷണം, ദൈവരാജ്യത്തിന് നിരക്കാത്ത ചില കാര്യങ്ങൾ ഇവനിലുണ്ടായി. അതുകൊണ്ട് യൂദയെ യേശു വിളിച്ചത് നാശയോഗ്യൻ, അല്ലാതെ വേറെ ആരും നശിച്ച് പോയിട്ടില്ല. യേശു അത്തിയെ ശപിച്ചു, അത് അപ്പോൾ അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ അത് നശിച്ചുപോയി. പിറ്റേ ദിവസം വന്നപ്പോഴാണ് കണ്ടത് അത് വേരോടെ ഉണങ്ങിപ്പോയെന്ന്. അതുകൊണ്ട് പിറ്റേ ദിവസം ആ വഴി വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ശപിച്ച അത്തി ഇതേ ഉണങ്ങിയിരിക്കുന്നു. അപ്പം നേരത്തെ ആ ശാപം വന്നു കഴിഞ്ഞു, ഇനി ഉണങ്ങിയാൽ മാത്രം മതി. ഇതായിരുന്നു യൂദയുടെ അവസ്ഥ. ഇതുപോലെ വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം, മാനത്തിന് മുന്നമേ വിനയം. അപ്പം നമുക്ക് ലക്ഷണങ്ങൾ കാണുമ്പോഴറിയാം
ചില ഉന്നത ഭാവവും ഒക്കെ കാണുമ്പോഴേ അറിയത് വീഴാൻ പോവുകയാണ്. മാന്യത, മാനം, വിനയം കാണുമ്പോഴറിയാം, താഴ്മ കാണുമ്പോഴറിയാം ഇത് മാനത്തിൻ്റെ ലക്ഷണമാണ്, ഉയർച്ചകളുടെ ലക്ഷണമാണ്. അതാണ് യേശു അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശാപത്തിൻ്റെ പൈശാചികമായ ഒരു ലക്ഷണവും നമ്മിൽ കാണരുത്. സൗമ്യതയും ശാന്തതയും വിനയവും ഭക്തിയും സത്യസന്ധതയും എല്ലാം ചേർന്ന ഒരു ജീവിതം നയിപ്പാൻ യേശു കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ജ്വലിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ഞങ്ങൾ ഓരോ വാക്യങ്ങളിലൂടെ പഠിക്കുന്ന ഈ സത്യങ്ങളിൽ നിലനിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ഇത് കേൾക്കുന്ന എല്ലാവരും വചനത്തിൽ പരിജ്ഞാനമുള്ളവരും കൃപയിൽ തഴച്ചു വളരുന്നവരുമായി തീരണം. പ്രാർത്ഥിച്ച് ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. സൗഖ്യവും സമാധാനവും എല്ലാ വീടുകളിലും ഉണ്ടാകട്ടെ. ഒന്നുപോലും ശാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകരുത്. എല്ലാം തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ അനുഭവം കൊടുക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. ജോലി ആവശ്യപ്പെടുന്ന പലരും ഉണ്ടല്ലോ. കർത്താവെ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരും. നല്ല വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ അതിനൊത്തവണ്ണം ഒരു ജോലിയില്ല. പല രാജ്യത്തും പല പെൺകുട്ടികളും വളരെ വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ ഒരു ജോലിയിലേക്ക് കയറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. വിദേശത്ത് ചെന്നിട്ടും നല്ലൊരു ജോലി കിട്ടാതെ കിട്ടിയ ജോലിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു അത്ഭുത വഴി തുറക്കണമേ. അനുഗ്രഹിക്കും. കൃപ പകരണം യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കും. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നു മുതൽ ഉപവാസ പ്രാർത്ഥനയാണ്. 3 ദിവസം, വ്യാഴം, വെള്ളി, ശനി. നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ സഹകരിക്കാം. 3 ദിവസം ഈ പ്രാർത്ഥനയിൽ ഒരു നേരം കഴിച്ചുകൊണ്ടും ഒക്കെ നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഫാസ്റ്റിംഗ് ആയിട്ടിരിക്കാം. ഈ ദിവസങ്ങളിൽ ബൈബിൾ വായിക്കുക, എപ്പോഴും വിശ്വാസം പറയുക, പ്രാർത്ഥിക്കുക. എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതെല്ലാം പ്രാർത്ഥിക്കുക. ബൈബിൾ വായന, വിശ്വാസം പ്രഖ്യാപനം, അന്യഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ 3 ദിവസം ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് അനുഗ്രഹത്തിൻ്റെ കൊള്ളകൾ പങ്കിടാം. നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം. ആമേൻ.